രൂക്ഷമായതോടെ ജനങ്ങൾക്ക് സമാധാനത്തോടെ പൊതുസ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ കേരളത്തിൽ. അടഞ്ഞുകിടക്കുന്ന കടവരാന്തകളും ചിലരെങ്കിലും വലിച്ചെറിയുന്ന ഭക്ഷണ മാലിന്യ കൂമ്പാരങ്ങളുമാണ് ഇവയുടെ താവളമായി മാറുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും ഇവയെ കണ്ടാൽ വളരെ കരുതലോടെ പോയില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കളെ കൂട്ടം കൂട്ടമായാണ് കാണാൻ കഴിയുന്നത്. ഇവ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെയാണ് കൂടുതലായും ആക്രമിക്കുന്നത്. മുമ്പ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ ചില പദ്ധതികൾ പരീക്ഷിച്ചിരുന്നുവെങ്കിലും അവ തീർത്തും പരാജയമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അലഞ്ഞു നടക്കുന്ന നായ്ക്കൾ. നായ്ക്കളെ ഇല്ലാതാക്കാൻ പരീക്ഷണങ്ങൾ മാത്രം നടത്തിയതുകൊണ്ട് കാര്യമായില്ല. നായ്ക്കളുടെ വന്ധീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവ കൃത്യമായി ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്നുകൂടി അധികൃതർ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തെരുവുനായകൾ രൂക്ഷമാകുമായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ തെരുവുനായ ആക്രമണം നിത്യസംഭവമായി മാറുന്ന സാഹചര്യമാണ്. ഏകദേശം 1 ലക്ഷത്തിന് പുറത്തുള്ളവരെയാണ് നായ്ക്കളുടെ ആക്രമണം ഈ വർഷം മാത്രം ഏൽക്കേണ്ടി വന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. വഴിയോരങ്ങളിലും കനാലുകളിലും വലിച്ചെറിയുന്ന ഭക്ഷണ മാലിന്യം തള്ളുന്നത് തേടിയാണ് തെരുവുനായകൾ എത്തുന്നത്. ഭക്ഷണത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇവയുടെ പ്രത്യുൽപാദന ശേഷിയും വർദ്ധിക്കുകയാണ്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമ്മൾ തന്നെയല്ലേ നായ്ക്കളുടെ വർധനവിന് കാരണം. ഈ വർഷം തന്നെ തെരുവുനായയുടെ കടി മൂലം പേവിഷബാധയേറ്റ് എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. ഈ മരണത്തിനെല്ലാം ആര് ഉത്തരം പറയും? ഇന്ന് പൊതുസ്ഥലങ്ങളിൽ കൂടി പേടിച്ച് സഞ്ചരിക്കുന്ന നമ്മൾക്ക് നാളെ പേടി കൂടാതെ സഞ്ചരിക്കണമെങ്കിൽ നായ്ക്കളുടെ ശല്യം ഇല്ലാതാകണം. മുമ്പ് കാലാകാലങ്ങളായി പഞ്ചായത്ത് അംഗങ്ങളും നഗരസഭാംഗങ്ങളും നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യവും. ഈ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ടത് അധികൃതരാണ്. അവർ മൗനം പാലിക്കുന്നത് വരെ ഈ പ്രശ്നം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ വലയുന്നതോ പാവങ്ങളായ ജനങ്ങളും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ തന്നെയല്ലേ? ഇനി മാലിന്യം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയോടെ തേടൈ വിഷൻ.